നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, അപ്പൊ എനിക്ക് കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പേടിയാണ്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു ഒരു നെർവസ്നെസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 9 of Cups ആൻഡ് Queen of Cups reversed. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഈ വ്യക്തി ഞാൻ പറഞ്ഞ പോലെ നെർവസ് ആണ്. നിങ്ങൾ അവരെ വിട്ടുപോകുന്ന നെർവസ്നെസ് ഉണ്ട് അവർക്ക്. എന്താന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് കാണുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇവരായിട്ട് ഒന്നെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങളായിട്ട് അവരെ നിങ്ങൾ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. സോ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാത്തൊരു ദിവസമില്ല. അവർ ഹേർട്ടാണ്. നിങ്ങൾ അങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഫുള്ളി കോൺവെർസേഷൻ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അവർ സംസാരിക്കാൻ വന്നാലും നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അതൊക്കെ അവർ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈഗോനെ അവർ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എനിക്ക് കാണുന്നത് വെച്ചാൽ ഇവരൊരു ഒരു ഒരു പ്ലെയർ പോലെ, എന്ന് വെച്ചാൽ ചുമ്മാ അവിടെ ഇവിടെയും കളിച്ച് അങ്ങനത്തെ ഒരു എനർജി, അല്ലാതെ ഒരു സീരിയസ് ആയിട്ട് നിങ്ങളുമായിട്ട് ഒരു റിലേഷനിൽ പോയതായിട്ട് നിങ്ങൾ കണ്ടില്ല. ഒരു ഇൻകൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ എന്താ പറയാ, ഒരു നോ കോണ്ടാക്റ്റിൽ നിന്നത്. അത് മാത്രമല്ല, അങ്ങനെയൊക്കെ അവർ പോയെങ്കിലും, അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു അവരുടെയെങ്കിലും, ഇപ്പൊ അവർക്കൊരു വേക്കപ്പ് കോൾ വന്ന പോലെ ആയി. എന്നുവെച്ചാൽ ഇനി ഇത് ശരിയാവില്ല, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടാണ് അവരെന്നെ വിട്ടു പോയത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോയത് എന്നൊക്കെ അവർക്കൊരു മനസ്സിൽ അവർക്ക് അങ്ങനെ തോന്നി തുടങ്ങി. ഓക്കെ, പിന്നെ ഇത് ഒരു റിലേഷൻ മൊത്തത്തിൽ എൻഡ് ആയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ Ace of Pentacles ആൻഡ് ഡെത്ത് റിവേഴ്സ്ഡ്. ഓക്കെ, ഇത് നിങ്ങൾ എൻഡ് ചെയ്തായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർ ഭയങ്കര വിഷമത്തിലാണ്. അവർക്ക് എങ്ങനെയും നിങ്ങളില്ലാതെ പറ്റുന്നില്ല. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഒക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഭയങ്കര കോൾഡായിട്ടിരിക്കുകയാണ്, ഭയങ്കര ദേഷ്യത്തിലാണ്. അവരെന്തൊക്കെ വന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ദേഷ്യത്തിലായിട്ടാണ് എനിക്ക് കാണുന്നത്. നമുക്കിനി തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫീലിങ്സ് നോക്കാം. Queen of Swords, 5 of Cups, King of Pentacles reversed, and Queen of Wands reversed. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് മൊത്തം നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ, ഇവര് ഈ തേർഡ് പാർട്ടി ആയിട്ട് കുറച്ച് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ പിന്നീട് ഇപ്പൊ അവർക്ക് മനസ്സിലായി, ഇവര് വിചാരിക്കുന്ന പോലെ അല്ല ഈ തേർഡ് പാർട്ടി. ഓക്കെ, അവര് എങ്ങനെയാണ് അവരെ കണ്ടിരുന്നത് അതല്ല, അവർക്ക് വേറൊരു മുഖമുണ്ട്. ഓക്കെ, അവർ വിചാരിച്ച പോലെ നല്ല രസമല്ല ഇവരുടെ ഒരു, എന്താ പറയാ, നിങ്ങളെ പോലെ അല്ല. അല്ലെങ്കിൽ ഇവര് മനസ്സിൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ മനസ്സിൽ ഒരിക്കലും ഇങ്ങനെയാണോ ഈ വ്യക്തി എന്ന് പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്, ഈ സിറ്റുവേഷൻ മാറിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവന്തോ അവർ നല്ല രീതിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം അവർക്കത് റിഗ്രറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങനെ ഞാനൊരു പേഴ്സണായിട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം ഈ തേർഡ് പാർട്ടി ഇവരുടെ മൈൻഡിലേ ഇല്ല, അതിന് പകരം നിങ്ങളാണ് അവരുടെ മൈൻഡിൽ. ഓക്കെ, അപ്പം ഈ വ്യക്തിക്ക് ഇപ്പം മൊത്തം ഈ തേർഡ് പാർട്ടിയായിട്ട് ഇഷ്യൂസ് ഉള്ളൂ. ഒരു സന്തോഷമൊന്നുമില്ല, എപ്പോഴും ഇഷ്യൂസ്. പിന്നെ അത് മാത്രമല്ല, ഈ തേർഡ് പാർട്ടി ഇവരെ എപ്പോഴും മെന്റലി തകർക്കുകയാണ്. ഓക്കെ, മെന്റലി ആയാലും ഫിനാൻഷ്യലി ആയാലും ഇവരുടെ പൈസ എടുക്കുക, അല്ലെങ്കിൽ ഇമോഷണലി വഴക്കിട്ട് ഇവരെ കാരണം, ഈ തേർഡ് പാർട്ടി കാരണം ഇവർ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ഓക്കെ, മെന്റലി ഫിനാൻഷ്യലി എല്ലാം. സോ പിന്നെ ഈ തേർഡ് പാർട്ടിക്ക് ഒരു അഡിക്ഷൻ ഉള്ളതായിട്ട് ഇവർ അറിഞ്ഞു. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എന്താണ് അഡിക്ഷൻ എന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ ഒരു അഡിക്ഷൻ ആണ്. എപ്പോഴും ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തിയാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ ആ റിലേഷൻഷിപ്പ് നിൽക്കാതെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടാണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും, നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഇഷ്യൂസ് ആണ് ഇവരുമായിട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവരായിട്ട് എങ്ങനെയും ഇത് എൻഡ് ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം തന്നെ. ഓക്കെ, സോ 7 of Wands ആൻഡ് ദ എംപ്രസ് റിവേഴ്സ്ഡ്. സോ ഇവിടെ എനിക്ക് കാണുന്നത്
ഈ വ്യക്തി നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആകാം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഈ വ്യക്തി തേർഡ് പാർട്ടി ആയിട്ട് എന്തോ ഇൻട്രസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആവുന്ന മുമ്പേ ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി വെച്ചൊരു എക്സ് അല്ലെങ്കിൽ ഒരു ക്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇനി ഇത് കൂടുതലും ഞാൻ സെക്കൻഡ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻ ആവുന്ന മുമ്പേ ഇവിടെ ഒരു എക്സോ അല്ലെങ്കിൽ എന്തോ ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബിക്കോസ് എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവര് അവരുടെ മനസ്സിൽ തോന്നുന്ന വെച്ചാൽ അവര് ഈ തേർഡ് പാർട്ടി മീറ്റ് ചെയ്യുന്ന മുമ്പെയാണ് നിങ്ങളെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവത്തുള്ള നെല്ല് നല്ലോണം പോയിരുന്നേനെ. ബിക്കോസ് ഈ നിങ്ങളായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി മനസ്സിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ ലൈഫിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് എന്താ പറയുക, ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങൾ വന്നപ്പം എല്ലാം കൂടെ നിങ്ങളെ ഇഷ്ടമായിരുന്നെങ്കിലും മൊത്തത്തിൽ ഇവര് തന്നെ എല്ലാം സ്ക്രൂഡ് അപ്പ് ചെയ്തു. അപ്പം എന്താ പറയുക, അവര് ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നു. നിങ്ങളോട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ലൈഫ് എന്നൊക്കെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇവരായിട്ട് മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒന്നും ഒരു ലൈഫിനോട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഈ തേർഡ് പാർട്ടി ഇവർക്ക് കാണാൻ കഴിയും. ഈ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി ഒരു ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആദ്യം കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവരായിട്ട് സംസാരിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ ഈ വ്യക്തിനെ ഒരുമാതിരി പൊട്ടനാക്കുന്ന രീതി, ഒരു ഫൂൾ ചെയ്ത് നടക്കുന്ന രീതിയാണ് കാണുന്നത്. അപ്പൊ അത് അവര് ഇപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്ത് വന്നത്. അപ്പം ഒരു ഫുള്ളി ഒരു മെസ്സായിട്ടുള്ളൊരു പേഴ്സൺ, ഒരു മൊത്തത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല ഈ തേർഡ് പാർട്ടി, മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളാണ്. അപ്പം ഇവര് ഈ അപ്പം അത് ഇവരെ വെച്ച് നിങ്ങൾ രണ്ടുപേരും വെച്ച് അവർക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അവർക്കത് മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊരു നല്ല റിയൽ ആയിട്ടുള്ള വ്യക്തിയാണ്, ഇവരാണെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ കള്ളത്തരം പറയുക, പിന്നെ ഈ വ്യക്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക, പല കാര്യങ്ങളും എന്താ പറയുക, എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇവരുടെ കഥകൾ പറഞ്ഞ് വീഴ്ത്താൻ നോക്കുന്ന വെച്ചാൽ ഒരു ട്രാജഡി പറഞ്ഞ് വീഴ്ത്താൻ, അങ്ങനെ എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് അങ്ങനെ പറഞ്ഞ് ഫിനാൻഷ്യലി കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഇവരെ എന്താണെന്നറിയില്ല, എന്തായാലും ഒരുപാട് മാനിപ്പുലേറ്റീവ് ആണ്. ഓക്കെ, അതൊക്കെ ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാനത് വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, ദ മൂൺ ആൻഡ് 7 ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങൾ അവരുടെ മനസ്സിൽ ഇപ്പം അവർ തോന്നുന്നുണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് തരേണ്ട ഒരു ലവും റെസ്പെക്റ്റും തന്നില്ല എന്നിപ്പോൾ അവർക്ക് നല്ലോണം തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയും ഇവിടുന്ന് പോരണം, നല്ല രീതിയിൽ സന്തോഷമായിരുന്ന എല്ലാവരും, പക്ഷെ ഈ ഒരു പേഴ്സണിൽ നിന്ന് കണക്ഷൻ കട്ട് ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവരെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി എന്തോ ഇവർ തമ്മിലുണ്ട്, എന്തോ ഫിനാൻഷ്യൽ ടൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ ഇവരെ കട്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാരണം കൊണ്ടാണ് ഇവർക്ക് എങ്ങനെയും പോകണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇപ്പം ഇതാണ് ഞാൻ കാണുന്നത്. ഇവർക്ക് എങ്ങനെയും ഇത് വിട്ട് പോകണം, നിങ്ങളെടുത്ത് വരണമെന്നുണ്ട്. ഇനി നിങ്ങളാണ് ഇത് ചിന്തിച്ചെടുക്കേണ്ടത്, എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ.